ചിലരെ സ്നേഹിക്കുമ്പോൾ ജീവൻ കൊടുത്ത് സ്നേഹിക്കില്ലേ? എൻ്റെ മകൾ ജീവൻ കൊടുത്തതാണ്, എന്നാൽ അവനത് മനസ്സിലാക്കിയില്ലല്ലോ. മതം മാറണമെന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ടാണ് എൻ്റെ പൊന്നുമോൾ മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ട് പൊന്നാനിയിൽ കൊണ്ടുപോകാൻ കാർ വിളിച്ചതാണ്. എൻ്റെ മോള് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ നമ്മുടെ ഹൃദയം നുറുങ്ങും. കോതമംഗലത്ത് ജീവനൊടുക്കിയ സോന എൽദോസ് എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സോനയുടെ മരണത്തിൽ റമീസ് മാത്രമാണ് ഉത്തരവാദി. അയാളുടെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പങ്കും പരിശോധിക്കേണ്ടതാണ്. സോന പ്രണയക്കണിയുടെ ഇരയാണോ? പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ അവൻ നിർബന്ധിച്ചു. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. കോതമംഗലത്ത് ജീവനൊടുക്കിയ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലെ വരികളാണിത്. ഒറ്റ പേജ് കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. സംഭവത്തിൽ സുഹൃത്ത് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ, വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡനം, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. റമീസിന്റെ വീട്ടുകാരെയും സുഹൃത്തിനെയും പ്രതി ചേർക്കാനും നീക്കമുണ്ട്. ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പൊന്നാനിക്കൊണ്ട് അവർ കാർ വിളിച്ചു ചേർത്ത്. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം, എന്റെ മോള് മരിക്കൂന്ന് ഞാൻ എനിക്കറിയില്ല എന്റെ മോള് മരിക്കൂന്ന്. എന്റെ കൊച്ചിനെ അവർ അത്രയ്ക്ക് നിർബന്ധിച്ച് എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവള് ചെറിയ മനഃശക്തിയുള്ള ആളല്ല. സോനയും പറവൂർ പാനായിക്കുളം സ്വദേശി റമീസും തമ്മിൽ ആലുവ UC കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു. പ്രണയം വീട്ടിലെറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യം മുതലേ റമീസും കുടുംബവും നിർബന്ധം പിടിച്ചു. സോന അതിന് സമ്മതവുമായിരുന്നു. അതിനിടെയാണ് 3 മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്ത കുളത്തിൽ മുങ്ങി മരിച്ചത്. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന കുടുംബം 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമീസിന്റെ കുടുംബത്തെ അറിയിച്ചു. എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല. സോന ഉടനെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും നിർബന്ധം പിടിച്ചു. അതിനിടെയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടിയത്. ഇതറിഞ്ഞതോടെ റമീസിനെ സോന ചോദ്യം ചെയ്തു. തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതം അറിയിച്ചു. എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടുമെടുത്തു. രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു. മതം മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പോലീസും പറയുന്നത്. തന്നെ റമീസ് മർദ്ദിച്ചതും മതം മാറാൻ നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നു എന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നുണ്ട്. അവിടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയും വാപ്പയും പെങ്ങളും അവൻ്റെ കൂട്ടുകാർ കൂടി എല്ലാവരും കൂടി മാനസികമായിട്ട് വളരെ പ്രഷറാക്കി അവളെ. മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ ഇവിടെ പാടുണ്ടായിരുന്നു, ഇവിടെയും പാടുണ്ടായിരുന്നു. അവളെന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞു. അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരീനെ വിളിച്ചു. ഈ കൂട്ടുകാരി പറയുമ്പോൾ ഇതൊക്കെ അറിയണേ, ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും. അപ്പം അതിനു മുമ്പ് തന്നെ എന്നെ തുറന്നു വിടാൻ പറയാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. വീട്ടിലേക്ക് മടങ്ങിയ സോനയെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്നും പറയുന്നു. റമീസും സോനയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് ലഭിച്ചു. അവന്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ എന്നെ വീട്ടിൽ അവര് ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നും ഇല്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ കേട്ട് തിന്നു. എന്നെ മതം മാറാൻ വേണ്ടി എന്നെ പൊന്നാനി കൊണ്ടേ ആക്കാൻ വേണ്ടി പോവാടി എന്ന് പറഞ്ഞ് അവളെന്നെ വിളിച്ച് കരയുക.
അപ്പോഴത്തേക്ക് പറഞ്ഞു എടി അപ്പം എന്നിട്ടാണെങ്കിൽ അവൾ പറഞ്ഞു എടി ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എന്നെ എങ്ങനെയെങ്കിലും വെറുതെ വിടാൻ പറഞ്ഞ് അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി അവളെ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഒടുവിൽ വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ലെന്നും തന്റെ അപ്പന്റെ അടുത്തേക്ക് പോവുകയാണെന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് സോന ശനിയാഴ്ച വൈകിട്ട് ജീവനൊടുക്കി. അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത കോതമംഗലം പോലീസ് റമീസിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തു. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സോനയെ ഉപദ്രവിച്ചു എന്ന വകുപ്പും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തത്. കൊച്ചി. പത്തനംതിട്ട കൂടലിലെ അയൽവാസികളായ രാജനും അനിലും നാട്ടുകാർക്ക് പൊതുശല്യമാണ്. സുഹൃത്തുക്കളായ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് മദ്യപാനം. തുടർന്ന് വഴക്കിടുന്നത് പതിവ്. അനിലിൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാജനെ. ശരീരമാസകലം കുത്തേറ്റ നിലയിലാണ് യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരുടെയും വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് കൊലപാതകം നടന്നത്. ശരീരമാസകലം കുത്തേറ്റ് മരിച്ച നിലയിലാണ് രാജനെ ബന്ധുവീട്ടിൽ കണ്ടെത്തുന്നത്. രാത്രി സുഹൃത്തിനൊപ്പം ഈ വീട്ടിലെത്തിയാണ് രാജൻ. കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയായ സുഹൃത്ത് അനിലാണെന്ന് കണ്ടെത്തി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച രാജന്റെ ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനിലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇതേത്ര ഒരു സുഹൃത്തായ അയൽവാസിയായ ഒരു ആളാണ് ഇതേത്ര ഉണ്ടായിരുന്നത്. ഇതേ തന്നെ ചെയ്തതാണെന്ന് ഈ മരിച്ച ആളുടെ റിലേറ്റീവ് നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തതാണ്. അപ്പോൾ അതേ ദൃക്സാക്ഷിയാണ് ഇങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കണ്ടിരുന്നെന്ന് പറഞ്ഞിരുന്നത്. രാജനും അയൽവാസിയും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. ഇന്നലെ രാത്രിയും ഇരുവരും മദ്യപിച്ച ശേഷം വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് രാജനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 പത്തനംതിട്ട. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി യുവാക്കളെ ഗ്രിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പിലെത്തിക്കും. പിന്നീട് സൗഹൃദം നടിച്ച് നേരിട്ട് വിളിച്ചു വരുത്തും. കാറിൽ ആളൊഴിഞ്ഞ ഭാഗത്തെത്തുമ്പോൾ അജ്ഞാത സംഘത്തിൻ്റെ രംഗപ്രവേശം. പിന്നെ സദാചാര പോലീസ് ചമഞ്ഞ ഭീഷണിയും കൊള്ളയും. തിരുവനന്തപുരം വെഞ്ഞാറുമുട്ടിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ നടന്ന തട്ടിപ്പാണിത്. സൗഹാർദ്ദാനുരാഗികളായ 100ഓളം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പ് നടന്നത്. പണം നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രതികൾ പോലീസിൻ്റെ പിടിയിലായി. നാണക്കേട് കാരണമാണ് പലരും പരാതി നൽകാത്തതെന്ന് പോലീസ് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി യുവാക്കളെ ഗ്രിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പിലെത്തിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. 10 കിലോമീറ്റർ പരിധിയിലുള്ള യുവാക്കൾക്ക് പ്രതികൾ തങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്ത ശേഷം ഇവരെ വിളിച്ചു വരുത്തുന്നതാണ് രീതി. ആളൊഴിഞ്ഞ ഭാഗത്ത് കാറിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അപരിചിതരെ പോലെ എത്തുന്ന മറ്റുള്ളവർ കാറിൽ കയറി ഓടിച്ചു പോവുകയും കവർ ചെയ്യുകയുമാണ് രീതി. കയ്യിൽ ആഭരണങ്ങളും പണവും ഇല്ലാത്തവരിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങി. പണം നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പ്രതികൾ 2 മാസം കൊണ്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പോലീസ് സംശയിക്കുന്നു. 7/8/2025 തീയതിയാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത്. കുറ്റകൃത്യം നടന്ന ഉടൻ തന്നെ ഈ പ്രതികളെ അന്വേഷിച്ച് നാം പല ഭാഗത്തും നോക്കിയെങ്കിലും മൊബൈൽ ഫോൺ ഇതിനുവേണ്ടി ഉപയോഗിക്കാതിരുന്നത് തടസ്സമായി, പ്രതികളെ കണ്ടെത്താൻ തടസ്സമായി. പിന്നീട് സൈബർ ഫോറൻസിക്കിൻ്റെയും സൈബർ സെല്ലിൻ്റെയും സഹായത്തോടു കൂടി ഈ പരാതിക്കാരൻ്റെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത, ഫാക്ടറി റീസെറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ റിട്രീവ് ചെയ്താണ് നമ്മൾ പ്രതികളിലേക്ക് എത്തുന്നത്.
വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവിനെ മുക്കന്നൂർ ജംഗ്ഷനിൽ വിളിച്ചു വരുത്തി കാറിൽ കടത്തിക്കൊണ്ടുപോയി 2 പവൻ മാലയും 1/2 പവൻ മോതിരവും ഊരിവാങ്ങി മർദ്ദിച്ചു അവശനാക്കി. പിന്നീട് പാലോട് സുമതി വളവിൽ ഉപേക്ഷിച്ചു. ഈ സംഭവമാണ് പ്രതികളെ കുടുക്കിയത്. യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് വെഞ്ഞാറമൂട് SHO ആസാദ് അബ്ദുൽ കലാമിന്റെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ആപ്പ് വഴി മാത്രം സംസാരിച്ചത് അന്വേഷണത്തിന് പ്രതികളെ തിരിച്ചറിയാൻ തടസ്സമായി. പ്രതികൾ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്ത് ഡാറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരുന്നു. പ്രതികളിലേക്ക് എത്താൻ യാതൊരു സൂചന ലഭിക്കാത്തതിനാൽ പോലീസ് സൈബർ ഫോറൻസിക് വഴി ഡിലീറ്റഡ് ഡാറ്റ റീസ്റ്റോർ ചെയ്തു. ചിത്ര കൊല്ലായിൽ പണിക്കവിള വീട്ടിൽ സുധീർ, മടത്തറ തടത്തരികത്ത് വീട്ടിൽ മുഹമ്മദ് സൽമാൻ, പോരടം മണലയം വീട്ടിൽ അർജുൻ മൻസിലിൽ ആഷിഖ്, ചിത്ര കൊല്ലായിൽ പുത്തൻ വീട്ടിൽ സജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ ഫോൺ വിവരവും അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുമെന്നും ആപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുമെന്നും എത്ര പേർ ഇരയായെന്നുള്ളത് പരിശോധിക്കുമെന്നും ആറ്റിങ്ങൽ DYSP അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വിനായകൻ മികച്ച നടനാണെന്ന് മലയാളികൾ തുറന്ന് സമ്മതിക്കും. എന്നാൽ അയാൾ ഒരു കവിയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ അല്പം വൈകിപ്പോയല്ലേ. വെറും കവിയല്ല, കേട്ടുകേൾവിയില്ലാത്ത പുതിയ വാക്കുകൾ മലയാളിക്ക് പറഞ്ഞു തന്ന ആധുനിക കവി. ഫേസ്ബുക്കിലെ പുലഭ്യം പറച്ചിലിനെ കവിതയെന്നാണ് വിനായകൻ വിശേഷിപ്പിച്ചത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലായിരുന്നു നടൻ്റെ വിചിത്രവാദം. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം വിനായകനെ വിട്ടയച്ചു. നടനെതിരെ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പില്ലെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അധിക്ഷേപ അസഭ്യ പരാമർശങ്ങൾ വിനായകൻ്റെ ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ പങ്കുവച്ചെന്ന പരാതിയിലാണ് നടൻ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തത്. VS അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും മുൻപ് പങ്കുവച്ച മറ്റൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പരാതികളിലുമായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11 മണിയോടെ വിനായകൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. സൈബർ പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അധിക്ഷേപ അസഭ്യ പരാമർശങ്ങൾ വിനായകൻ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരുന്നു. വിനായകന്റെ ഫോണും അന്വേഷണ സംഘം പരിശോധിച്ചു. യേശുദാസ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് എന്നിവരെ അസഭ്യവാക്കുകൾ നിറഞ്ഞ പോസ്റ്റിലൂടെ നടൻ അധിക്ഷേപിച്ചിരുന്നു. ഇതിന് പിന്നാലെ നടനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് മുൻപാകെ എത്തിയത്. ആധുനിക കവിത എന്ന നിലയ്ക്കാണ് പോസ്റ്റ് ഇട്ടതെന്ന് വിനായകൻ പോലീസിനോട് വ്യക്തമാക്കി. ഗായകൻ യേശുദാസിനെതിരെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് വ്യാപകമായ വിമർശനങ്ങളാണ് സിനിമയ്ക്കകത്തും പുറത്തും ഉയർന്നത്. ഈ പരാമർശങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മലയാള പിന്നണി ഗായകരുടെ സംഘടനയായ സമം രംഗത്ത് വന്നിരുന്നു. വിനാശകൻ എന്നാണ് നടനെ സമം സംഘടന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ കുറിപ്പിൽ വിശേഷിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ എവിടെ? കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടൻ രാജ്യം വിട്ടോ? വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വേടനെ തേടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറത്തിറക്കി. സംസ്ഥാനത്തിന് പുറത്ത് നടത്തിയ അന്വേഷണവും ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഈ മാസം 18-നാണ് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് പ്രതിയെ പിടികൂടാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. നേരത്തെ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന്റെ പാസ്പോർട്ട് കോടതി പിടിച്ചുവെച്ചിരുന്നു. പിന്നീട് ഉപാധികളോടെ ഇത് വിട്ടു നൽകുകയും ചെയ്തു. വിദേശത്തടക്കം നിരവധി പരിപാടികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് അപേക്ഷ സമർപ്പിച്ചതും കോടതി അനുവദിച്ചതും. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ ഒളിവിൽ പോയ വേടന് വേണ്ടി പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം കാര്യമായി നടത്തിയിരുന്നില്ല. അതിനിടെ ഹൈക്കോടതിയിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ടെങ്കിലും കേസന്വേഷണത്തിൽ ഒരിളവും വേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം. സാധാരണ മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അതിന്റെ തീരുമാനം വരാൻ
കാത്തിരിക്കാറുണ്ട്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള കേസായതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തിയില്ല. പോലീസ് പല സ്ക്വാഡുകളായി തിരിഞ്ഞ് വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. വേടന്റെ ചില സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വേടനിലേക്ക് എത്തിയില്ല. മറ്റൊരു വഴിയുമില്ലാതായതോടെയാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ കേസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. വിവാഹ വാഗ്ദാനം നൽകി മാനഭംഗപ്പെടുത്തിയെന്ന ഡോക്ടറായ യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടികൾ. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നുമാണ് വേടന്റെ വാദം. ന്യൂസ് 18 കൊച്ചി. ട്രെയിനിന്റെ വാതിൽക്കലിരുന്ന് യാത്ര ചെയ്യുന്നവരെ ഉത്തരേന്ത്യൻ മാതൃകയിൽ ആക്രമിച്ച് ഫോണും പണവും കവരുന്ന സംഘം. എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ രാത്രിയിൽ ട്രെയിൻ വേഗത കുറച്ചോടുന്ന സമയത്ത് യാത്രക്കാരുടെ ഫോണുകൾ വടി ഉപയോഗിച്ച് തട്ടിയിടുന്നതാണ് രീതി. ഇതിനു പുറമെ ഒറ്റയ്ക്ക് സ്റ്റേഷൻ പരിസരങ്ങളിൽ കാണുന്നവരെ ഭീഷണിപ്പെടുത്തുകയും പിടിച്ചുപറിക്കുകയും ചെയ്യും. ആലുവ, പെരുമ്പാവൂർ, മലപ്പുറം സ്വദേശികളുടെ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോയ മലബാർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിൻ്റെ ഐഫോൺ തട്ടിയെടുത്ത കേസിൻ്റെ അന്വേഷണത്തിലാണ് ഈ തസ്കര വീരന്മാരെക്കുറിച്ച് വിവരം ലഭിച്ചത്. കേസിൽ 6 അംഗ സംഘം കൊച്ചിയിൽ പിടിയിലായി. മോഷ്ടിച്ച് കിട്ടുന്ന വസ്തുക്കൾ വിറ്റ് ആർഭാട ജീവിതത്തിനും ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനുമാണ് ഇവർ ഉപയോഗിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ട്രെയിൻ അടുക്കുമ്പോൾ വേഗം കുറച്ച് കടന്നുപോകുന്ന സമയത്താണ് ഇവർ യാത്രക്കാരെ ആക്രമിക്കുന്നത്. വാതിലിരുന്ന മൊബൈൽ ഫോൺ നോക്കുന്നവരെയാണ് പ്രധാനമായും സംഘം ലക്ഷ്യം വെക്കുന്നത്. കയ്യിൽ കരുതിയിരിക്കുന്ന വടി ഉപയോഗിച്ച് ഫോൺ തട്ടി താഴേക്ക് വീഴ്ത്തും. ട്രെയിൻ കടന്നു പോകുന്നതിനാൽ ആർക്കും തന്നെ ചാടിയിറങ്ങാനും കഴിയില്ല. ആരിൽ നിന്നും ഇതുവരെയും പരാതി ലഭിച്ചിരുന്നില്ല. എന്നാൽ അടുത്തിടെ മൊബൈൽ ഫോൺ തട്ടി വീഴ്ത്തുന്നതിനിടയിൽ ഒരാൾ ട്രാക്കിലേക്ക് വീണു. പിന്നീട് ഇയാളിൽ നിന്നാണ് സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതും ഇയാളുടെ പരാതിയിലാണ് അന്വേഷണം ആരംഭിക്കുന്നതും. ട്രെയിനുകളിലെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഉത്തരേന്ത്യൻ മോഡലിൽ വടിക്കടിച്ച് വീഴ്ത്തി കൂട്ടായ്മ കവർച്ച നടത്തി വന്നിരുന്ന ഒരു 6 അംഗ സംഘത്തെ ഇന്ന് കേരള റെയിൽവേ പോലീസിൻ്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയും ആലുവ റൂറൽ സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ മംഗലാപുരത്തേക്ക് പോയ മലബാർ എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ ആലുവ ഭാഗത്തുനിന്ന് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരനെ, വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്ത യാത്രക്കാരനെ വടിക്കടിച്ച് വീഴ്ത്തി പണവും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ കേസിലെ പ്രതികളെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പെരുമ്പാവൂർ സ്വദേശികളായ സിറാജ്, ജോസ്ഫിൻ എൽദോ, മലപ്പുറം സ്വദേശി ആഷിഖ് കെ എ, ആലുവ സ്വദേശി ഷെഫിൻ, എറണാകുളം സ്വദേശി മുഹമ്മദ് ഫസൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ പലരും തന്നെ ലഹരിക്ക് അടിപ്പെട്ടവരാണെന്നും പോലീസ് പറയുന്നു. സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി കൂടിയുണ്ട്. പിടിയിലായവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. തൃശൂർ സ്വദേശിനി അമ്മിണി എന്ന വീട്ടമ്മയ്ക്ക് ട്രെയിൻ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ ഭയമാണ്. സഹോദരനുമൊത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം. അജ്ഞാതനായ ഒരാൾ അമ്മിണിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിടുന്നു. ട്രാക്കിലേക്ക് തെറിച്ചു വീണ വീട്ടമ്മയ്ക്കൊപ്പം അയാൾ പിന്നാലെ ചാടി. പിന്നീട് കൈവശമുണ്ടായിരുന്ന ബാഗുമായി കടന്നു കളഞ്ഞു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അമ്മിണി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം സംസ്ഥാനം വിട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സൈഫ് ചൗധരിയെ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസാണ് പിടികൂടിയത്. കവർച്ച നടത്തിയതിനു പിന്നാലെ തീവണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ പ്രതി പിന്നാലെ എത്തിയ അന്ത്യോദയ എക്സ്പ്രസിൽ കയറി മംഗലാപുരത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് പൂനെയിലേക്കുള്ള തീവണ്ടിയിൽ കയറി. പനവേലിൽ ഇയാൾ തീവണ്ടി ഇറങ്ങി. വീണ്ടും തിരികെ കേരളത്തിലേക്ക് തന്നെ കടന്നതായി സ്ഥിരീകരിച്ചതോടെ പോലീസും ഇയാളെ പിന്തുടർന്ന കാസർഗോഡ് വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പല പേരുകളിലാണ് ഇയാൾ പലയിടത്തും അറിയപ്പെട്ടിരുന്നത്.
പ്രതി സ്ഥിരം മോഷ്ടാവാണെന്നും ഇയാളുടെ പേരിൽ താനെ, പനവേൽ, കല്യാൺ എന്നിവിടങ്ങളിലടക്കം നിരവധി കവർച്ചാ കേസുകളുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏകദേശം 30ഓളം കേസിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് സൈഫ് എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെയാണ് നമ്മൾ ഇന്ന് വെളുപ്പിന് കാസർഗോഡ് ഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പല ടീമായിട്ട് തിരിഞ്ഞ് മഹാരാഷ്ട്ര, പനവേല്, രത്നഗിരി ഏരിയകളിൽ ഈ പ്രതിയെ സംശയമുള്ള ഈ പ്രതിയെ ചുറ്റിപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തുകയും അങ്ങനെ ഇവൻ പല ട്രെയിനുകൾ മാറി മാറി കയറുന്നത് ഈ സ്ക്വാഡ് മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ന് വെളുപ്പിന് ഏകദേശം കാസർഗോഡ് എത്തിയപ്പോഴാണ് നമുക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ചണ്ഡീഗഡ് കൊച്ചുവേളി സമ്പർക്രാന്തി എക്സ്പ്രസിലെ യാത്രക്കാരിയായിരുന്ന തൃശൂർ സ്വദേശി അമ്മിണി ജോബിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ബാഗ് കവർന്നത്. പനവേലിൽ നിന്ന് തൃശൂരിലേക്ക് സഹോദരനുമൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു അമ്മിണി. കോഴിക്കോട് സ്റ്റേഷന് അടുത്തുള്ള വട്ടാമ്പൊയിൽ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ട്രാക്കിലേക്കാണ് ഇവർ തെറിച്ചു വീണത്. ട്രാക്കുകൾക്കിടയിലെ കരിങ്കൽ കൂനയ്ക്ക് മേലേക്ക് തെറിച്ചു വീണ അമ്മിണിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. യാത്രക്കാരി ട്രാക്കിലേക്ക് വീണതിനൊപ്പം ട്രാക്കിലേക്ക് ചാടിയ പ്രതി ബാഗ് അപഹരിച്ച് കടന്നുകളയുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടി, പിന്നീട് അമ്മയുടെ രണ്ടാം വിവാഹം. അതോടെ അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് അവൻ വളർന്നത്. അമ്മൂമ്മയുടെ വഴിവിട്ട ജീവിതം ആ കുരുന്നിൻ്റെ മനസ്സിനെയും താളം തെറ്റിച്ചു. കഴിഞ്ഞ ദിവസം അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയിലാണ് 14-കാരൻ്റെ ഈ ദുരിത കഥ നമ്മൾ കേട്ടത്. യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചത്? അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് ലഹരി നൽകിയെന്ന പരാതിയിൽ 14 വയസ്സുകാരൻ മൊഴി മാറ്റിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. കുടുംബ പ്രശ്നങ്ങളാകാം പരാതിക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. കുട്ടി മൊഴി മാറ്റിയതോടെ കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു. കഴിഞ്ഞ ദിവസമാണ് അമ്മൂമ്മയുടെ ആൺസുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയുമായി 14 വയസ്സുകാരൻ രംഗത്തെത്തിയത്. കുടുംബത്തിന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പരാതിക്കാരനാകട്ടെ മൊഴി മാറ്റി. ഇതോടെ പോലീസ് പുലിവാൽ പിടിച്ചു. നേരത്തെ നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കുട്ടി നൽകിയ പുതിയ മൊഴി. തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥി പറയുന്നു. കുടുംബ പ്രശ്നമാകാൻ പരാതിക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു. ഇക്കഴിഞ്ഞ ഡിസംബർ 24-ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അമ്മൂമ്മയുടെ സുഹൃത്തായ പ്രവീൺ നിർബന്ധിച്ച് മദ്യം നൽകിയതെന്നാണ് കുട്ടി പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിച്ചു എന്നും മൊഴിയുണ്ടായിരുന്നു. പിന്നീട് പലതവണ നിർബന്ധിച്ച് കഞ്ചാവ് വലിപ്പിച്ചെന്നും ലഹരി വാങ്ങാൻ തന്നെ കൊണ്ടുപോയെന്നുമായിരുന്നു വിദ്യാർത്ഥി ആദ്യം നൽകിയ മൊഴി. ന്യൂസ് 18 കൊച്ചി. ചൈനീസ് നേപ്പാൾ അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡിലെ പിത്തോറഗഡ് എന്ന പ്രദേശം പ്രതികൂല കാലാവസ്ഥയും മണ്ണിടിച്ചിലും കാരണം പൊതുവെ അവിടേക്കുള്ള യാത്ര അതിദുഷ്കരമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി വിവേക് സിംഗിനെ ലക്ഷ്യമിട്ടെത്തിയ ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഈ സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കിയത് പിന്നീടാണ്. കേരളത്തിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ ഉത്തരാഖണ്ഡ് സ്വദേശിയെ സാഹസികമായി പിടികൂടുകയും ചെയ്തു. കേസിൽ നേരത്തെ അറസ്റ്റിലായ വിദേശ പൗരന്മാരുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ് വിവേക് സിംഗ്. ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. കേസിൽ ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളായ തായ്വാൻ സ്വദേശികളെ നേരത്തെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് പിടിയിലായ ഉത്തരാഖണ്ഡ് ബാഗേശ്വർ സ്വദേശി വിവേക് സിംഗ് പപ്പോല എന്ന 29-കാരൻ. പ്രതിയെ ഉത്തരാഖണ്ഡിലെ പ്രതികൂല കാലാവസ്ഥയിലും അതിദുഷ്കരമായ മണ്ണിടിച്ചിൽ സാഹചര്യത്തിലും
ചൈനീസ് നേപ്പാൾ അതിർത്തി പങ്കിടുന്ന പിത്താറാഗഡ് എന്ന സ്ഥലത്തു നിന്നും അതിസാഹസികമായാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതിനായി ജോലി ചെയ്ത മറ്റു പ്രതികൾക്ക് പ്രതിഫലം ക്രിപ്റ്റോ കറൻസിയായി ഇയാൾ നൽകിയതായും കണ്ടെത്താനായിട്ടുണ്ട്. കേസിൽ നേരത്തെ തായ്വാൻ സ്വദേശികളായ 2 പേർ ഉൾപ്പെടെ 13 പേർ പിടിയിലായിരുന്നു. പിത്തോറാഗഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ അഭിഭാഷകരുടെ ഒരു നിര തന്നെ കോടതിയിൽ ഹാജരായി. സൈബർ തെളിവുകൾ അക്കമിട്ട് നിരത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം കേരളത്തിലേക്ക് പ്രതിയെ കൊണ്ടുവരാനുള്ള അനുകൂല വിധി സമ്പാദിച്ചത്. ജില്ലാ പോലീസ് മേധാവി AP മോഹനചന്ദ്രന്റെ നിർദ്ദേശാനുസരണം SI-മാരായ R മോഹൻകുമാർ, അഗസ്റ്റിൻ വർഗീസ്, സുധീർ A, ASI വിനോദ് VV, CPO-മാരായ G രഞ്ജിത്ത്, ആന്റണി ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. 1995 മുതൽ 2014 വരെയുള്ള കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള കഥകൾ ധർമ്മസ്ഥലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഈ കാലയളവിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെയും യുവതികളുടെയും കുടുംബങ്ങൾ ഇപ്പോഴും നീതി തേടി അലയുന്ന കാഴ്ച. അതിനും വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1986 ഡിസംബർ 22, വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ധർമ്മസ്ഥലയിൽ ഒരു 17-കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം പുറം ലോകം പോലും അറിഞ്ഞില്ല. മലയാളിയും പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയുമായിരുന്ന പത്മലതയുടെ കൊലപാതകത്തിന് പിന്നാലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പിതാവ് ദേവാനന്ദൻ്റെയും ദുരൂഹമരണം. കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തിയിട്ടും കുറ്റക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ധർമ്മസ്ഥലയിൽ SIT എത്തിയതോടെ ആ കുടുംബവും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള പരിശോധന 13ാം പോയിന്റ് കേന്ദ്രീകരിച്ച് തുടരുകയാണ്. ധർമ്മസ്ഥലയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഇതിനായി സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന മാർക്ക് ചെയ്യാത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടക്കുന്നു. ഇതിനിടയിൽ മലയാളിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ദേവാനന്ദന്റെ മകൾ പത്മലതയുടെ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം SITക്ക് പരാതി നൽകി. 1986 ഡിസംബർ 22-നാണ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന +2 വിദ്യാർത്ഥിനി പത്മലതയെ കാണാതായത്. പെൺകുട്ടിയുടെ തിരോധാനത്തിൽ കാരണമായത് പിതാവ് ദേവാനന്ദനോടുള്ള വ്യക്തിവൈരാഗ്യമായിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ദേവാനന്ദ് മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതും ഒരു കൂട്ടത്തെ ചൊടിപ്പിച്ചു. മകളെ തട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പിൻവലിച്ചിട്ടും മകളെ വിട്ടു നൽകാൻ ഇവർ തയ്യാറായില്ല. 57 ദിവസങ്ങൾക്ക് ശേഷം കൈക്കാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെടുത്തത്. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. 1986 86 ഡിസംബർ 22 എൻ്റെ അനിയത്തി അവൾ കോളേജിൽ പോയവള് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. കോളേജ് ഡേക്കെന്ന് പറഞ്ഞ് പോയത്, എന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പോയി തിരക്കിപ്പോൾ അവരുടെ പ്രിൻസിപ്പലും പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ തിരക്കാം അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് അച്ഛൻ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന അച്ഛൻ. ഇവിടെ 56 ദിവസം കഴിഞ്ഞിട്ടാണ്, അത്ര ദിവസം കണ്ടിട്ടില്ല. പോലീസ് കംപ്ലൈൻ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ്, എന്നാലും ബോഡി കണ്ടുകിട്ടിയില്ല. പിന്നെ 56 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ എന്തോ ആ സൈഡ് പോയി ആരോ കണ്ടിട്ട് പാർട്ടിക്കാരോട് ആരോട് പറഞ്ഞിട്ട് അവർ അച്ഛനെ അറിയിച്ചിട്ട് ഇത് റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെയാണ് ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെയാണ് ബലാത്സംഗം ചെയ്തത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം. റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ മാർക്ക് ചെയ്ത അവസാന പോയിന്റായ 13-ൽ SITയുടെ തെരച്ചിൽ ആരംഭിച്ചു. ഇവിടെ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് സമീപം കൂടിയാണ് ഈ പ്രദേശം. ഇവിടെ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി 6ഓളം പ്രദേശവാസികൾ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന. ഇവിടെ മണ്ണ് കുഴിച്ചുള്ള വിശദമായ പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. SITയുടെ പരിശോധനയിൽ ഇതുവരെ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഈ ആഴ്ചയോടുകൂടി ലഭിച്ചേക്കും. ഇതിനു ശേഷമായിരിക്കും 2ാം ഘട്ട പരിശോധന സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക.
KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിൽ നിരവധി മലയാളികളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. ഒട്ടേറെ പേരുടെ മരണം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അതിനിടെ മരണത്തെ മുഖാമുഖം കണ്ട ധർമ്മസ്ഥലയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയന്നിഴലിക്കുന്നവരെയും ഈ നാട്ടിൽ കാണാം. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിരാജും ഭാര്യയും ഡി ഗ്യാങ്ങിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്കാണ്. വർഷങ്ങൾക്ക് മുൻപ് മധുവിധു ആഘോഷിക്കാനായി ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ നടന്ന സംഭവം ഇന്നും ഭയപ്പാടോടെ ഓർക്കുകയാണ് രഞ്ജിരാജ്. ധർമ്മസ്ഥലയിൽ നിന്നും ഓരോ ദിവസവും വരുന്നത് ഭയാനകമായ വാർത്തകളാണ്. ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ ദുരനുഭവം ഇവിടെ നിന്ന് നേരിട്ടിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ ഒരു അനുഭവം നേരിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത് കരിന്തളം സ്വദേശിയും കാഞ്ഞങ്ങാട് താമസക്കാരനുമായ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിനും ഇത്തരത്തിൽ സമാനമായ അനുഭവമുണ്ടായി. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ധർമ്മസ്ഥലയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? എങ്ങനെയാണ് അവർ? ധർമ്മസ്ഥലയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2004 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ആദ്യം കൊല്ലൂർ പോയി. കൊല്ലൂരിൽ നിന്ന് തിരിച്ച് ധർമ്മസ്ഥലയിലേക്ക്, ആ സമയത്ത് കാറൊന്നും ഇല്ലാത്ത സമയമാണ്, ബസ്സിലാണ്, KSRTC കർണാടകയിലെ KSRTC ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ബാഗുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. ഒരു സന്ധ്യയോട് അടുത്തിട്ടാണ് ബസ് ട്രാവൽ ചെയ്ത് പോകുന്നത് ധർമ്മസ്ഥലയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ ഒരു കാഷായ വേഷമൊക്കെ ഇട്ട് ഒരാൾ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അയാൾ ഞങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കരിന്തളത്താണ്, കാസർഗോഡ് ജില്ലയിൽ കരിന്തളത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്പലത്തിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. ഇയാളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ ധർമ്മസ്ഥലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ 2 പേരേ ഉള്ളൂ എങ്കിൽ ധർമ്മസ്ഥലയിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം വൈഫിന് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി യാത്ര ചെയ്യുന്നില്ല, ഇന്നിവിടെ താമസിക്കാൻ എന്നാൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരുപാട് നിർബന്ധിച്ചു, ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ സുബ്രഹ്മണ്യം പോയിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞങ്ങൾ കേൾക്കാതെ ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ലതുകൊണ്ട് ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ഇറങ്ങി അവിടെ നിന്നിട്ട് അപ്പം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ റൂമാണെന്ന് ചോദിച്ചു. ഞങ്ങൾ റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു 650 രൂപ 700 രൂപ എന്തോ ആയിരുന്നു ആ സമയത്ത്, 2004 അങ്ങനെ ഞങ്ങൾ 2 പേരെയും കൂട്ടി ഈ ബാഗൊക്കെ അയാൾ തന്നെ മേടിച്ച് ഞങ്ങളെ ഒരു ബിൽഡിങ്ങിൻ്റെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെയാണ് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് നമ്മളെ റൂം തന്നു. 650 രൂപ വാങ്ങി. ആ സമയത്ത് ID കാർഡും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി ഡോർ അടച്ചപ്പോൾ ഒരു വല്ലാത്തൊരു റൂമാണത്. എന്താ പറയുക, നമുക്കൊരു ശരിക്കും ഒരു ജയിലർ പോലെയുള്ള റൂം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതൊന്നും വിഷയമാക്കാതെ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു 8-9 മണിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 6-7 പേര് നമ്മുടെ റൂമിന് ചുറ്റുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു പേടിപ്പെടുത്തുന്ന പോലെയാണ്. നമ്മുടെ സേഫ്റ്റിയും ഇല്ല, നമ്മുടെ പ്രൈവസിയും ഇല്ല. ആ വൈഫ് പറഞ്ഞ് നമുക്ക് പോകാം, അവിടെ നിൽക്കണ്ട, ആ സ്വാമി പറഞ്ഞത് അയാൾ പറഞ്ഞില്ലേ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ധൈര്യം കാണിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ തോന്നും. ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് പുകയൊക്കെ റൂമിനകത്തേക്ക് വരുന്നു. ഈ ആൾക്കാർ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പൈസ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു തരില്ല സാറേ, ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാണ്, പിന്നെ കാശ് തരാത്ത നമ്മൾ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാതെ നമ്മളൊരു ലോക്കായ പോലെയാണ് സംഭവം. പിന്നെ വൈഫ് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടെ നിന്ന് അപ്പം തന്നെ ഒരു 9-10 സമയത്ത് രാത്രി ഇറങ്ങി പുറത്ത് ബാഗ് എടുത്തിട്ട് വന്നു. പൈസ തിരിച്ചു മേടിക്കാനൊന്നുമില്ല. തിരിച്ചു മേടിക്കാൻ വന്നിട്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് 9:25 സുബ്രഹ്മണ്യത്തേക്ക് ഒരു KSRTC ബസ്സുണ്ട്. ആ ബസ്സിന് കയറി രാത്രി സുബ്രഹ്മണ്യം പോയി ഞങ്ങൾ താമസിച്ചതാണ്. പക്ഷെ ഇപ്പോഴത് വിചാരിക്കുമ്പോൾ വല്ലാത്ത, നമ്മളിപ്പം നിങ്ങളെ ഈ ചാനലുകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ അന്നും ഒരുപക്ഷെ നമ്മളും അതിൽ ഇരകളായിരുന്നെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഫോണിലും ബന്ധപ്പെടുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടായി എന്ന് പറയുന്നത് ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത്രത്തോളം ഭയാനകവും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മദ്യപിച്ച് ലക്ക് കെട്ടാൽ വീട്ടിൽ പരാക്രമം കാണിക്കുന്നയാളാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശി ജയേഷ്. പിന്നെ തലയ്ക്ക് വെളിവില്ലാതെ വീട്ടുകാരെ ഉപദ്രവിക്കുകയും നാട്ടുകാരെ അസഭ്യം പറയുകയും ചെയ്യും. കഴിഞ്ഞ രാത്രി ജയേഷ് മദ്യലഹരിയിൽ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു. സംഭവം അറിഞ്ഞെത്തിയ പോലീസിനെയും ആക്രമിച്ചു. ഭാര്യയെ വിറക് കൊള്ളിക്കൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടപെട്ടപ്പോഴാണ് യുവാവ് പോലീസിന് നേരെ തിരിഞ്ഞത്. കേസിൽ പ്രതി ജയേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച
വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിൽ അക്രമം നടത്തുകയാണെന്ന് ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയത്. ആദ്യം കുടുംബ പ്രശ്നമായതിനാൽ ഇടപെടാതിരുന്ന പോലീസ് ജയേഷ് ഭാര്യയെ വിറകുകൊള്ളികൊണ്ട് അടിക്കാൻ ശ്രമിച്ചതോടെ ഇടപെട്ടു. പോലീസ് അക്രമം തടയാൻ ശ്രമിച്ചതോടെ പ്രകോപിതനായ ജയേഷ് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. വിറക് കഷ്ണം കൊണ്ട് പോലീസുകാരനെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിലാണ് ജയേഷിനെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത്. പോലീസുകാരെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു. തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ ഉദ്യോഗസ്ഥർ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘർഷം പതിവാണ്. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയൽ ബല്ല സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇതിൻ്റെ ഒടുവിലത്തെ ഇര. 7 +1 വിദ്യാർത്ഥികളായ സംഘം സ്കൂളിന് സമീപത്തെ ആളില്ലാത്ത ഇടവഴിയിൽ കൊണ്ടുപോയി 15-കാരനെ ബോധം മറയുന്നതുവരെയും ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ +1 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. മടിക്കായി, കുറ്റിക്കോൽ, ആദൂർ, കുമ്പള എന്നിവിടങ്ങളിലും റാഗിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ടാണ് ചെമ്മട്ടം വയൽ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഒരു സംഘം +1 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. മടിക്കൈ സ്വദേശി KV അമൻകൃഷ്ണനാണ് തലയ്ക്കും താടിയലിനുമേറ്റ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംഭവത്തിൽ 7 +1 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സ്കൂളിന് സമീപത്തെ ആളില്ലാത്ത ഇടവഴിയിൽ കൊണ്ടുപോയി ബോധം മറയുന്നതുവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ആളുകൾ വരുന്നത് കണ്ട് അമനെ ഉപേക്ഷിച്ച് സംഘം കടന്നു കളയുകയായിരുന്നു. അമനും പ്രതികളും നേരത്തെ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചത്. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു +1 വിദ്യാർത്ഥിയെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് കാരണം അമനാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കളിക്ക് പോയിട്ടുണ്ടായി, കളി കാണാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഇവനെ കൂടി കളിക്ക് ക്ഷണിച്ചു. അപ്പോൾ ഈ കളിക്കുമ്പോൾ വന്നിട്ടാകുമ്പോൾ ഇവർ ഞാനല്ല ക്ഷണിച്ചത്. ഇവൻ കളിക്ക് വരുമ്പോൾ വണ്ടി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവരെ പോലീസ് വിളിച്ചു. അപ്പോൾ ഞാനത് ഓനെ ക്ഷണിച്ചത് തെറ്റിദ്ധാരണയിൽ ഓരെന്നെ വിളിച്ചിട്ട് കുറച്ച് തെറി വിളിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ഭീഷണികളുണ്ടായി. അതിൻ്റെ മുന്നിലാണ് ഈ തല്ല് നടന്നത്. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും +1 വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിരുന്നു. കഴുത്തിന് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിലാണ്. ആദൂരിലും കുറ്റിക്കോലും സമാനമായ രീതിയിൽ റാഗിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീഷർട്ടും ഷൂസും ധരിച്ച് സ്കൂളിൽ വന്നതിനാണ് +1 വിദ്യാർത്ഥിയെ ഇവിടെ മർദ്ദിച്ചത്. സംഭവത്തിൽ +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇവരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. സംഭവത്തെ ജില്ലാ ഭരണകൂടം ഗൗരവമായാണ് കാണുന്നത്. കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നാട്ടിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ഏത് സമയവും വിളിച്ചാൽ ഓടിയെത്തുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. സത്യസന്ധതയും വിശ്വാസവും സേവനവുമാണ് ഇവരുടെ മുഖമുദ്ര. എന്നാൽ ഇവർക്കിടയിലും ചില ദുഷിച്ച മനസ്സുള്ളവരുണ്ട്. കൊല്ലം നഗരത്തിൽ ഓട്ടോ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും ലഹരി ഇടപാട് നടക്കുന്നുവെന്നാണ് എക്സൈസിൻ്റെ പുതിയ കണ്ടെത്തൽ. MDMAയും കഞ്ചാവും അന്യ സംസ്ഥാനത്തു നിന്നും എത്തിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് നൽകുന്ന 2 പേരെ എക്സൈസ് പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി കൊല്ലത്തെ 2 ഓട്ടോ ഡ്രൈവർമാരാണ് പിടിയിലായത്. കൊല്ലം സ്വദേശി 31-കാരൻ അനു, പള്ളിത്തോട്ടം സ്വദേശി 38-കാരൻ അൻസാരി എന്നിവരെയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത്. ഇവരിൽ നിന്നും 14 ഗ്രാം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. മാസങ്ങളായി എക്സൈസ് ഷാഡോ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും. MDMAയും കഞ്ചാവും അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് നൽകുന്നതായി വിവരം ലഭിച്ചതോടെ ഷാഡോ സൈബർ സംഘങ്ങൾ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി. രഹസ്യ നീക്കത്തിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാടത്തിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ P. ശങ്കറിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ ജ്യോതി TR, അനീഷ് കുമാർ S, CEO സാലിം,
ഗോകുൽ ഗോപൻ, ആസിഫ് അഹമ്മദ്, എക്സൈസ് ഡ്രൈവർ സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഓണക്കാലത്തെ രാസലഹരി ഉപയോഗവും വിപണനവും തടയാനായി പരിശോധനകൾ കർശനമാക്കിയതായി കൊല്ലം എക്സൈസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും മോഷണം പോയ ബൈക്ക് ആക്രിക്കടയിൽ നിന്നും കണ്ടെത്തി. കഴിഞ്ഞ 6-ാം തീയതി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കാണാതായ ബൈക്കാണ് തൃക്കരിപ്പൂർ ആയിറ്റിയിലെ ആക്രിക്കടയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. ബൈക്ക് മോഷ്ടിച്ച തൃക്കരിപ്പൂർ പേക്കടം സ്വദേശി സി ഇസ്മായിലിനെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KSU പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ 3 DYFI CPM പ്രവർത്തകർ അറസ്റ്റിലായി. കടന്നപ്പള്ളി സ്വദേശി അഭിജിത്ത്, ചെങ്ങളം സ്വദേശി നന്ദു, വിളയാങ്കോട്ട സ്വദേശി സുജിത്ത് എന്നിവരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് ഒരു സംഘം ചന്തപ്പുരയിലെ മുഹമ്മദ് ഹസൈൻ അറാലി എന്ന +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. നോയിഡയിൽ ഡേ കെയറിൽ 15 മാസം പ്രായമായ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത ആയ. പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഡേ കെയറിന്റെ ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അച്ഛനില്ലാത്ത മകളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി TTC വരെയും പഠിപ്പിച്ച അമ്മ. ഈ അമ്മയെക്കാളും അവൾക്കിഷ്ടം കാമുകൻ റമീസിനെയായിരുന്നു. അവൻ്റെ വാക്കുകളായിരുന്നു വിശ്വാസം. വീട്ടുകാർ എതിർത്തിട്ടും സോന അവനൊപ്പം ഇറങ്ങിപ്പോകാൻ പോലും തയ്യാറായതാണ്. പിന്തുടർന്ന വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് മതം മാറാൻ തീരുമാനിച്ചതാണ്. എന്നിട്ടും റമീസ് അവളെ വേട്ടയാടി, കുറേ ഉപദ്രവിച്ചു. ഒടുവിൽ കാമുകൻ മരിച്ചോളാൻ സമ്മതം നൽകിയതോടെ അവൾ ജീവനൊടുക്കുന്നു. കോതമംഗലത്തെ സോനയുടെ ജീവിതം ഈ നാട്ടിൽ പ്രണയക്കെണിയിൽ കുടുങ്ങുന്ന പെൺകുട്ടികൾക്ക് ഒരു പാഠമാകണം. ഞാൻ ജീവിച്ചിരുന്നാൽ അവനെ വീണ്ടും സ്നേഹിക്കുമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിൽ എത്രയോ വലിയ കെണിയിലാകാം സോന അകപ്പെട്ടത്. മാതാപിതാക്കളെക്കാൾ ഇന്നലെ കാണുന്ന കാമുകന് വേണ്ടി മരിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇനി എന്ന് തിരിച്ചറിവുണ്ടാകും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.